കേരള രാഷ്ട്രീയത്തിലെ അത്യപൂർവവും എന്നാൽ ജനാധിപത്യപരവുമായ ഒരു ദൃശ്യത്തിനാണ് 2026 മെയ് 15 സാക്ഷ്യം വഹിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയുക്ത പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് സന്ദർശിച്ചു. കേവലം ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം വരാനിരിക്കുന്ന 5 വർഷത്തെ കേരളത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്ന ഒരു നിർണായകമായ നീക്കമായിരുന്നു ഇത്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലായിരുന്നു ഈ കൂടിക്കാഴ്ച. നിറഞ്ഞ ചിരിയോടെ കൈകൊടുത്താണ് പിണറായി വിജയൻ സതീശനെ സ്വീകരിച്ചത്. പിണറായിക്കൊപ്പം ഭാര്യ കമലയും മകൾ വീണയും കൊച്ചുമകനും സതീശനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഇത് ഈ കൂടിക്കാഴ്ചയുടെ വ്യക്തിപരമായ അടുപ്പം വ്യക്തമാക്കുന്നു. കൂടാതെ വി.കെ. പ്രശാന്തും ഈ സമയത്ത് വസതിയിലുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച സതീശൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. 10 വർഷം മുഖ്യമന്ത്രിയും 16 വർഷം പാർട്ടി സെക്രട്ടറിയുമായിരുന്ന പരിണിതപ്രജ്ഞനായ നേതാവാണ് അദ്ദേഹം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു മുതിർന്ന നേതാവിന് നൽകേണ്ട ബഹുമാനം സതീശൻ ഇവിടെ ഉയർത്തിപ്പിടിച്ചു. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുൻ സർക്കാർ തുടങ്ങിവെച്ച ജനക്ഷേമപരമായ പദ്ധതികൾ പുതിയ സർക്കാർ വന്നാൽ ഉടൻ അട്ടിമറിക്കില്ലെന്ന് സതീശൻ ഉറപ്പു നൽകി. ഒരു സർക്കാർ ചെയ്ത പദ്ധതി മറ്റൊരു സർക്കാർ വന്ന് മാറ്റിയാൽ കേരളം ഉണ്ടാകുമോ എന്ന സതീശന്റെ ചോദ്യം ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വികസനത്തിലും പദ്ധതികളുടെ തുടർച്ച അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്തമായി ചൂണ്ടിക്കാട്ടി. ഭരണ തുടർച്ച വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾക്കും ജനരോക്ഷത്തിനും കാരണമായ പദ്ധതികളിൽ മാറ്റം വരുത്തുമെന്ന് സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF എതിർത്തതും അഴിമതി ആരോപണങ്ങൾ നേരിട്ടതുമായ പദ്ധതികളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തും.